വയനാട്ടിൽ CPM ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ ലൈംഗിക പീഡന ആരോപണം. ഡിവൈഎഫ്ഐ നേതാവ് കൂടിയായ പി ജംഷീദ് വീട്ടിലെത്തി കടന്നു പിടിച്ചുവെന്നാണ് സ്ത്രീയുടെ പരാതി. ഭർത്താവിനെ അറിയിച്ചപ്പോൾ സഹകരിക്കാൻ ആവശ്യപ്പെട്ടുവെന്നും പരാതിക്കാരി പറയുന്നു. വാക്കുകളിലേക്കാണ്. അങ്ങനെയാണിപ്പോൾ ഈ കഴിഞ്ഞ 17-ാം തീയതി വീട്ടിൽ അവരുടെ ഒരു ഫ്രണ്ടിന്റെ വൈഫ് മരിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ചടങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് പിറ്റേ ദിവസം അവിടെ പോകാൻ വേണ്ടി വരുമ്പോൾ വൈകുന്നേരം ഒരു 3 മണി, ഏകദേശം 3 മണി 3:30 അതിൻ്റെ ഇടയിൽ ഒരു സമയത്താണ് വന്നിട്ടുണ്ടായത്. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ ഞാൻ ടേബിൾ മേൽ കൊണ്ടുവച്ച് കൊടുത്തു. വെള്ളം എടുക്കാൻ വേണ്ടി അടുക്കളയിൽ പോയപ്പം ഈ ജംഷീർ വാവാന്ന് പറഞ്ഞ ചങ്ങായി എൻ്റെ ബാക്കിൽ വരികയും എൻ്റെ ബാക്കിലൂടെ വന്ന് ലൈംഗികമായി പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാനത് പിടിച്ച് തള്ളി മാറ്റി ഞാൻ ഓടി റൂമിൽ കയറി വാതിലടച്ച്. കാരണം കുറേ വിളിച്ചൊക്കെ ടേബിൾ മേലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. മൂപ്പര് മൈൻഡാക്കിയില്ല. അപ്പം ഞാൻ റൂമിൽ കയറി വാതിലടച്ച്. ഭർത്താവിൻ്റെ വീട്ടുകാരെന്ന് വെച്ചാൽ അവർക്ക് ഒന്നില്ലെങ്കിൽ ഞാൻ സ്ത്രീധനം 101 കാറും വീട്ടിൽ പോയി വാങ്ങിക്കൊണ്ടു കൊടുക്കുക. അതല്ല എങ്കിൽ ഇവർ പറയുമ്പോൾ പൈസ ഞാൻ എത്തിച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ ഭർത്താവ് കൊണ്ടുവരും, ഓരോരുത്തരെ കൊണ്ടുവരികയാണെങ്കിൽ അവരെ കൂടെ നിന്ന് കൊടുക്കണം. അപ്പോൾ അവർ പൈസ തരും. ആ പൈസ കൊണ്ട് നമുക്ക് കടങ്ങൾ വീടാം, വീട്ടു ചെലവ് നടത്താം എന്നാണ് പറയുന്നത്. രണ്ട് കേസായിട്ടാണ് എടുത്തിരിക്കുന്നത്. FIR എഴുതി. ഇപ്പോൾ രണ്ട് കേസാണ്. ഒന്ന് കുടുംബ കേസാണ്, ഒന്ന് ജംഷി പീഡിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ കേസ് വേറെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സംഭവം 17-ാം തീയതി. ജംഷി കയറി പിടിച്ചത് 17-ാം തീയതി. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കാൻ മൂപ്പര കൂടെ വരാറുണ്ട്. ആ സമയത്തൊക്കെ തോണ്ടുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയുമ്പോൾ എന്നോട് പറയും, സാരെല്ലാം മൈൻഡാക്കണ്ട, നിനക്ക് ഒന്ന് സഹകരിച്ച് കൊടുക്കുക. അവൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതങ്ങ് ചെയ്തു കൊടുക്കുക. കാരണം അവനെ നേതാവായത് കാരണം അവന് എന്ത് ചെയ്താൽ എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അവന് ഒന്ന് മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കത് വേഗം നടക്കും. ഈ സംഭവം നടക്കുന്നത്. ആരോപണം ഉയർന്നിരിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഒപ്പം തന്നെ CPMന്റെ കോട്ടത്തറ ഏരിയ കമ്മിറ്റി അംഗവുമായ പി ജംഷീദിന് എതിരെയാണ്. പോലീസ് ഈ പരാതി എടുത്തിട്ടുണ്ട്, കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ കേസ് എടുത്തിരിക്കുന്നത് ലൈംഗിക ഉദ്ദേശത്തോടുകൂടി സ്നേഹത്തെ സ്പർശിച്ചു എന്ന ഒരു പരാതി എന്ന ഒരു വകുപ്പിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന. അന്വേഷണം നടക്കുകയാണ്. 2 പരാതികൾ ഇവർ നൽകിയിട്ടുണ്ട്. ഒന്ന് ഭർത്താവിനും അവരുടെ വീട്ടുകാർക്കുമെതിരെ ഗാർഹിക പീഡനത്തിനാണ്. മറ്റൊന്ന് ജംഷീദിനെതിരെ ലൈംഗിക അതിക്രമം നടത്താൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ലൈംഗിക പീഡനത്തിന് ശ്രമിച്ചു എന്നുള്ള പരാതിയുമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ കേട്ടതുപോലെ 2 പേരുടെയും ആരോപണം ഇത് തന്നെയാണ്. ഒന്ന്, സ്ത്രീ പറയുന്നത് 17-ാം തീയതി തന്റെ വീട്ടിലേക്ക് വന്ന് താനും ഭർത്താവും ഒക്കെ താമസിക്കുന്ന വീട്ടിലേക്ക് വന്നു. അവിടെ വെച്ച് തന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്നത് തന്നെയാണ്. ഭർത്താവ് അവർക്ക് ഈ ഡിവൈഎഫ്ഐ നേതാവിന് വഴങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞു എന്നുകൂടി ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭർത്താവ് പറയുന്നത് പക്ഷേ ഇതിന് പിന്നിൽ രാഷ്ട്രീയമാണ്, ജംഷീദിനെതിരായ നീക്കമാണ്, അതോടൊപ്പം SDPI പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്നും ആരോപണമായി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവർ തമ്മിൽ കുടുംബ പ്രശ്നവും കുറച്ച് നാളുകളായി തന്നെ ഉണ്ടായിരുന്നു. പലതവണ ഈ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നതാണ്. കഴിഞ്ഞ ദിവസം ഈ സ്ത്രീയുടെ, ഈ വീട്ടമ്മയുടെ കുടുംബക്കാർ, ബന്ധുക്കൾ ചേർന്ന് തന്നെ മർദ്ദിച്ചു എന്നും ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ ഭർത്താവ് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പോലീസ് അന്വേഷണം നടത്തുകയാണ്. ഇക്കാര്യത്തിൽ